ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ടിൻ ഫെയറീസ് ആൻഡ് മോം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഈവനിങ് സ്നാക്സ് തയ്യാറാക്കാം. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാൻ പറ്റിയൊരു കട്ട്ലേറ്റ് ആണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോകും. അപ്പോൾ ഞാൻ അതിന് 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് പുഴുങ്ങാനായിട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടുന്നത് ചിക്കനാണ്. നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ കട്ട്ലേറ്റ്. അതിന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളകും കൂടെ തേച്ച് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിന് ശേഷം തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അടിച്ചപ്പോൾ കുറച്ചൊന്ന് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. അപ്പം അത് അധികം കടിക്കാനായിട്ട് കിട്ടും, നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ പൊട്ടറ്റോ അത് വേവിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ, സ്മാഷ്ഡ് പൊട്ടറ്റോ, ജിഞ്ചർ ഗാർലിക്, ഓണിയൻ ഞാനിവിടെ ഒരു സവാളയാണ് എടുക്കുന്നത്. ഇനി നമുക്ക് പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ട് ഒന്ന് എണ്ണ ഒഴിച്ച് നമുക്ക് ഒന്ന് ചൂടാവുന്നിടം വരെ വെയിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 200 ഗ്രാം തന്നെയാണ് ചിക്കനും അതേപോലെ തന്നെയാണ് പൊട്ടറ്റോ എടുത്ത് സ്മാഷ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ട് രണ്ടും ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. ഒരു 4-5 ഗാർലിക് എടുത്താണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്. ഇനി അത് സവാളയും ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിതിൽ സവാളയും ഇഞ്ചി വെളുത്തുള്ളിയും മാത്രമേ ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ബാക്കിയെല്ലാം നമ്മളുടെ വേവിച്ചതാണ്. ഇനി നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ അത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് വേവാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ അടച്ച് വെക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ്സൊക്കെ അടച്ച് വെച്ചാൽ മതിയായിരിക്കും. അപ്പോഴത്തേക്ക് നമ്മൾ ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്മാഷ് ചെയ്ത പൊട്ടറ്റോ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ ചിക്കൻ, നമ്മളിവിടെ ചിക്കൻ കട്ട്ലേറ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ചിക്കനും ഇട്ട് കൊടുക്കുക. അപ്പം ചിക്കനും ഇപ്പോൾ നല്ലതുപോലെ ഉഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് എല്ലായിടവും പറ്റുന്ന രീതിയിലോട്ട് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് എരിവിന് പെപ്പർ ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എരിവൊക്കെ നല്ലതുപോലെ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കാം. പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ഇതിലിട്ട് കൊടുക്കാം. മക്കളൊക്കെ കഴിക്കുന്നതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ഇടാത്തത്. അപ്പോൾ നമ്മൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് ഞാൻ ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്നത് ബ്രെഡാണ്. അപ്പം മൈദയുടെ ബ്രെഡാണ് ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുക. അപ്പോൾ ഇത് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കുറച്ചൊന്ന് വൃത്തിയാക്കി നമുക്ക് എടുക്കാം. അപ്പം ഒരു 4 സ്ലൈസോളം ബ്രെഡിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ കുറച്ചധികം ബ്രെഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം 4 സ്ലൈസ് തന്നെ മതിയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ പാനിലിട്ടും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിക്കകത്തിട്ട് അടിച്ചെടുത്താൽ നല്ല ക്രിസ്പായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ടൊന്ന് നമ്മുടെ പാനിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നുണ്ട്. ചൂടാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ അടിച്ചാണ് എടുത്തിരിക്കുന്നത്. അത് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതിന് ശേഷം നമുക്കൊരു മുട്ട എടുക്കാം. മുട്ട നമുക്ക് അതൊന്ന് നന്നായിട്ട് പതപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡ് ക്രംസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ടയും എല്ലാം റെഡി ആയിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇനി നമ്മുടെ മിക്സ് ഇവിടെ എടുക്കാം. മിക്സ് എടുത്തിട്ട് നമുക്ക് ചെറിയ ഒരു ബോൾസ് ആക്കി എടുത്തിട്ട് നമുക്ക് കട്ട്ലറ്റ് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചെറിയ ഉരുള എടുത്തിട്ട് നമ്മൾ സാധാരണ കട്ട്ലറ്റൊക്കെ റൗണ്ട് ഷേപ്പിലാണല്ലോ, അപ്പോൾ ആ കട്ട്ലറ്റിൻ്റെ ഷേപ്പിലോട്ട് ഞാനൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സൈഡൊക്കെ ഒന്ന് നല്ലതുപോലെ ഷേപ്പാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ മുട്ടയുടെ മിക്സിലോട്ടാണ് നമ്മളത് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം മുട്ടയുടെ മിക്സിലോട്ട് ഇട്ട് കൊടുത്തിട്ട് പതുക്കെ ഒരു ഫോർക്ക് കൊണ്ട് നമുക്കൊന്ന് ഇതാക്കി കൊടുക്കാം. അതിനുശേഷം നമ്മളതിനെ ബ്രെഡ് ക്രംസിലോട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പം ഇങ്ങനെ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ബ്രെഡ് ക്രംസിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് വേവാനൊന്നും നിൽക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം വെന്ത സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എണ്ണയിലിട്ട് മുക്കി പൊരിച്ച് എടുക്കുന്നതിനെക്കാട്ടി നല്ലത് നമ്മൾ ജസ്റ്റ് കുറച്ച് എണ്ണയിട്ട് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ബാക്കിയുള്ള കട്ട്ലേറ്റും അതുപോലെ ഞാൻ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക്
അതേ പാൻ തന്നെയാണ് വെച്ചത്. എന്നിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഞാനങ്ങനെ എണ്ണ ഇങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെച്ച് കൊടുക്കുന്നില്ല, ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ പോലെ ചെയ്യാനായിട്ടാണ് ചെയ്യുന്നത്. ഒരുപാട് എണ്ണയും കുടിക്കത്തില്ല, കാര്യം ബ്രെഡ് ക്രംസിൽ കിടക്കുമ്പോഴത്തേക്കും നല്ല എണ്ണ നല്ലതുപോലെ ഇങ്ങനെ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ തീ നല്ലതുപോലെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, കാര്യം ഒരുപാട് ഹൈ ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കരിയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മളെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് 2 ബാച്ചായിട്ടാണ് ഞാൻ ഫ്രൈ ചെയ്തെടുത്തത്. അപ്പം നമുക്കിനി ഇത് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണ്. ഇത് പുറമേ നല്ല ക്രിസ്പായിട്ടാണ് ഇരിക്കുന്നത്, ഇതിൻ്റെ അകത്ത് നല്ല സോഫ്റ്റായിട്ട് ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായിട്ട് സപ്പോർട്ട് ചെയ്യണം. ഇനി മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.